വേൾഡ് ക്യാമ്പസ് കണക്ട് മെയ് 2 കണ്ണൂർ ഹോട്ടൽ സ്കൈ പേൾ, മെയ് 3 കോഴിക്കോട് ഹൈസൻ ഹെറിറ്റേജ്. ഇന്നിപ്പോൾ കേരളത്തിൽ തൊഴിൽ ചെയ്യുന്നവന് അംഗീകാരം ലഭിക്കാത്ത, കൂലി ലഭിക്കാത്ത ഒരു കാലഘട്ടം. ഏതാണ്ട് 265 ദിവസമാണ് കേരളത്തിലെ ആശാ വർക്കർമാർ സമരം ചെയ്തത്. എന്തായിരുന്നു അവരുടെ ആവശ്യം? അവർ ചെയ്യുന്ന അധ്വാനത്തിന് കൂലി കിട്ടണം. അവരെ കണ്ണീരോടെ ഇറക്കി വിട്ട സർക്കാരാണ് 2 ദിവസം കഴിഞ്ഞാൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോകാൻ പോകും. KSRTCയിലെ ജീവനക്കാർ ഒരു സമരം നയിച്ചത് ശീത ജോലിക്ക് ശമ്പളം കിട്ടാനാണ്. ലോക തൊഴിലാളി ദിനം കൊണ്ടാടുമ്പോൾ അതിൻ്റെ ഭാഗമായി കേരളത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് തലസ്ഥാന നഗരിയിൽ INTUCയുടെ വിവിധ ഘടകങ്ങൾ ഒരുമിച്ചുകൊണ്ട് ഈ മെയ് ദിന റാലി ഇവിടെ സംഘടിപ്പിക്കുക. നമുക്കറിയാം, ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഒരു തൊഴിലാളി സംഘടന ഉണ്ടായിരുന്നുള്ളത്. അതിൻ്റെ പേര് AITUC എന്നായി. എന്നാൽ ആ സംഘടന ക്രമേണ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആഭിമുഖ്യം പുലർത്തുകയും തൊഴിലാളികളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്തപ്പോഴാണ് രാജ്യസ്നേഹികളായ തൊഴിലാളികൾ ഒത്തുചേർന്നുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് INTUC സ്ഥാപിക്കുന്നു. അതിൻ്റെ ഭാഗമായി അന്ന് കേരളത്തിൽ 1930കളിൽ മൺമറഞ്ഞ ശ്രീ BK നായർ പ്രസിഡൻറ്റും ശ്രീ K കരുണാകരൻ ജനറൽ സെക്രട്ടറിയുമായ ആദ്യത്തെ കേരള ഘടകം നിലവിൽ വന്നത് 1930കളുടെ മധ്യത്തിലാണ്. അതിനെ തുടർന്ന് കേരളം തൊഴിലാളികൾക്ക് മുൻതൂക്കമുള്ളൊരു സംസ്ഥാനമായി മാറി. എനിക്ക് തോന്നുന്നു ഇന്ത്യ രാജ്യത്ത് ഒരു കാലത്ത് തൊഴിലാളികൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായി വാദിച്ച ഒരു സംസ്ഥാനം കേരളമായിരുന്നു. കാരണം INTUCയുടെ പ്രവർത്തനം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ ആരംഭിച്ചത്. പിന്നീട് INTUCയുടെ സ്ഥാപകനായ ശ്രീ K കരുണാകരൻ തന്നെ കേരളം ഭരിച്ച കാലഘട്ടമുണ്ടായി. എന്നാൽ ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ കേരളത്തിൽ തൊഴിൽ ചെയ്യുന്നവന് അംഗീകാരം ലഭിക്കാത്ത, കൂലി ലഭിക്കാത്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടം ഏതാണ്ട് 2 ദിവസം കൊണ്ട് അവസാനിക്കാൻ പോവാം. അപ്പം നമുക്കറിയാം, ഈ കഴിഞ്ഞ 10 വർഷക്കാലം, ഞാൻ കേന്ദ്രത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ നയം തന്നെ അതാണ്. അത് തൊഴിലാളി വിരുദ്ധ നയമാണ് കേന്ദ്രം ഭരിക്കുന്നവർക്ക്. ഉള്ളതെല്ലാം എടുത്ത് തൊഴിലാളികളുടെ കീശയിൽ കൈയിട്ട് മുതലാളിക്ക് കൊടുക്കുന്ന സർക്കാരാണെന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഏറെ പതിപ്പാണ് കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ അവസ്ഥ എന്ന് പറയും. നമുക്കറിയാം, ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഏതാണ്ട് 265 ദിവസമാണ് കേരളത്തിലെ ആശാ വർക്കർമാർ സമരം ചെയ്തത്. എന്തായിരുന്നു അവരുടെ ആവശ്യം? അവർ ചെയ്യുന്ന അധ്വാനത്തിന് കൂലി കിട്ടണം, ഓണേറിയം വർദ്ധിപ്പിക്കണം. മറ്റു പലയിടത്തും വർധനവുണ്ടാകുമ്പോൾ വീടുകളിൽ ചെന്ന് ജനങ്ങളുടെ ആരോഗ്യം പരിപാലിക്കുന്ന ആശാ വർക്കർമാർ ഓണേറിയം കൂടുതൽ ചോദിച്ച് ഏതാണ്ട് 265 ദിവസം സമരം ചെയ്തിട്ട് പോലും അവരെ കണ്ണീരോടെ ഇറക്കി വിട്ട സർക്കാരാണ് 2 ദിവസം കഴിഞ്ഞാൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോകാൻ പോകും. ഇതിനു പുറമെ KSRTCയിലെ ജീവനക്കാർ എന്തിനായിരുന്നു അവർ സമരം നടത്തിയത്? എന്തിനായിരുന്നു? കൂലി കൂടുതൽ വെച്ചിട്ടല്ല. ഒരു സമരം നയിച്ചത് ശീത ജോലിക്ക് ശമ്പളം കിട്ടാനാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് അവകാശപ്പെടുന്നവർ ഭരിക്കുമ്പോഴാണ് തൊഴിലാളികൾക്ക് ശീത കൂലിക്ക് കൂലി കിട്ടാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വന്നു. ഏതാണ്ട് റഷ്യയിലെ സാർ ചക്രവർത്തിയുടെ അവസ്ഥയിലായി കേരളത്തിലെ പിണറായി സർക്കാർ. സാർ ചക്രവർത്തിയാണല്ലോ സമരം ചെയ്ത തൊഴിലാളികളെ അടിച്ചമർത്തുകയും കൊല്ലാനൊക്കെ നോക്കിയ ഭരണകർത്താവ്. ഏതാണ്ട് അതിൻ്റെ പതിപ്പായി മാറി കേരളത്തിലെ ഭരണം. അത് മാത്രമല്ല, സമരം ചെയ്യാൻ പാടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കേരളത്തിന് എത്തിക്കാൻ ഈ സർക്കാർ ശ്രമിച്ചു. സമരം ചെയ്തവർക്ക് ശമ്പളം കൊടുത്തില്ല എന്ന് മാത്രം, അന്നത്തെ കൂലി നൽകിയില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ മാസങ്ങളോളം അവരുടെ ശമ്പളം പിടിച്ചു വെച്ച അവസ്ഥ കേരളത്തിലുണ്ടായി. എല്ലാ മേഖലകളിലും സമരം ചെയ്യാനുള്ള അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട്
ഉള്ള തീരുമാനങ്ങളാണ് ഈ 10 വർഷക്കാലം കേരളത്തിലുണ്ടായത്. ഇനിയിപ്പോൾ 3 ദിവസം കഴിഞ്ഞാൽ അവർക്കൊക്കെ തൊഴിലാളി സ്നേഹം കൂടും. ഇതുവരെയായിട്ട് തൊഴിലാളികളൊക്കെ മറന്നിരിക്കുക. ഇനി 3 ദിവസം കൂടെ കഴിഞ്ഞാൽ തൊഴിലാളികൾ ഇത്ര ഇഷ്ടപ്പെടുന്നവർ ഇനി വേറെ ചിലപ്പോൾ ലോകത്ത് കണ്ടുവന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തൊഴിലാളികളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം നയിക്കാൻ കഴിഞ്ഞൊരു പ്രസ്ഥാനമാണ് INTUC എന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. ഒരുപാട് പ്രയാസങ്ങൾ ജീവിക്കേണ്ടി വന്നു, ഒരുപാട് പ്രതിസന്ധികൾ, മർദ്ദനങ്ങൾ. അത് തൊഴിലാളികൾക്ക് മർദ്ദനമേറ്റു, വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റു, യുവാക്കൾക്ക് മർദ്ദനമേറ്റു, സ്ത്രീകൾക്ക് മർദ്ദനമേറ്റു. പക്ഷേ അചഞ്ചലമായി തന്നെ കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം INTUC ഉൾപ്പെടെയുള്ള തൊഴിലാളികളും ശക്തമായി മുന്നോട്ട് നീങ്ങി. അതിൻ്റെ കൂടെ ഫലമാണ് 3 ദിവസം കഴിഞ്ഞാൽ പുറത്തു വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഫലം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു എക്സിറ്റ് പോളിന് പോലും ഇടതുപക്ഷം ജയിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത രീതി ഈ പറയുന്ന പല സർവേ നടത്തിയ പല ചാനലുകളും ഇന്ത്യയിൽ കോൺഗ്രസ് വിരുദ്ധ നിലപാടെടുത്തവർക്ക് പോലും കേരളത്തിൽ ആ കോൺഗ്രസ് ജയിക്കുമെന്ന് പറയേണ്ട ഒരവസ്ഥയുണ്ടായെങ്കിൽ അതിൻ്റെ മുഖ്യ കാരണം എന്തിനേയും നേരിടാൻ ചങ്കുറപ്പുള്ള പാർട്ടി പ്രവർത്തകരും തൊഴിലാളി സുഹൃത്തുക്കളും പാർട്ടിക്കും മുന്നണിക്കും വേണ്ടി അണിനിരന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി കേരളത്തിൽ വരാൻ പോകുന്ന UDF സർക്കാരും ഒരിക്കലും തൊഴിലാളികളെ മറക്കില്ല. തൊഴിലാളികളുടെ ഇതുവരെ നഷ്ടപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഭരണകൂടമായിരിക്കും അടുത്ത ആഴ്ച കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളെ അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾ എത്രയോ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ സഹിച്ചു, അതൊന്നും ഒരിക്കലും ആർക്കും മറക്കാൻ കഴിയില്ല. ആ തൊഴിലാളികളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ശ്രീ കെ കരുണാകരൻ്റെ ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ INTUC-ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് INTUC പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഞാൻ മറ്റു ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന കോൺഗ്രസിൻ്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ രമേശ് ചെന്നിത്തല വേദിയിലേക്ക് കടന്നു വരികയാണ്. ഞാൻ മറ്റ് ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. എല്ലാ തൊഴിലാളികൾക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ യോഗം വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന മുഴുവൻ INTUC തൊഴിലാളികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം.